അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, അടുത്ത 3 വർഷത്തേക്കുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ യുവത എങ്ങനെയാവണം എന്ന് നിർദ്ദേശം നൽകുന്ന ഒരു ഒത്തുചേരലാണിത്. യുവാക്കളാണ് ഏത് സമൂഹത്തിൻ്റെയും ചാലകശക്തി. അതുകൊണ്ട് തന്നെ എല്ലാ പ്രസ്ഥാനങ്ങളും, സംഘടനകളും, പാർട്ടികളും യുവജനങ്ങളെ സംഘടിപ്പിക്കുകയും സജ്ജമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു നാട്ടിലെ യുവാക്കൾ നന്നായാൽ ആ നാട് നന്നാവും. യുവാക്കൾ മോശമായാൽ ആ നാട് മോശമാവും. ഒരു പ്രദേശത്തെ വയോവൃദ്ധന്മാരായ ആളുകൾ നന്നായാൽ അവർക്കത് നല്ലതാണ്. പക്ഷേ അതിന് വലിയ സ്വാധീനം ചെലുത്തുവാൻ അവർക്ക് ശക്തി ഉണ്ടാവില്ല. ഒരു പ്രദേശത്തെ വയസ്സായ ആളുകൾ മോശമായി പോയാൽ അത് അവർക്ക് മോശമാണ്. പക്ഷേ ആ മോശം വല്ലാതെ പ്രചരിപ്പിക്കാൻ അവർക്ക് ആരോഗ്യമുണ്ടാവില്ല. പറയുന്നത് യുവത്വമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്നതാണ്. നമ്മുടെ പ്രസ്ഥാനം ഏതാണ്ട് സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചു വരുന്നത് 105 വർഷമായി. നമ്മൾ സംഘടനാപരമായ നമ്മുടെ ചരിത്രം പറയാറുള്ളത് മുസ്ലിം ഐക്യസംഘം മുതൽക്കാണ്. അതിനു മുമ്പേ കേരളത്തിലെത്തിയ ഇസ്ലാം, അഹ്ലുസുന്നത്തി വൽ ജമാഅ, സലഫുസ്സാലിഹ്യങ്ങളുടെ മാർഗം പിൻപറ്റുന്ന, ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന തൗഹീദുള്ള ഒരു സംഘമാണ് ആയിരുന്നു. പിന്നീട് വന്ന വ്യതിയാനങ്ങളും മാറ്റങ്ങളും, സമൂഹത്തിലേക്ക് കടന്നു വന്ന അന്ധവിശ്വാസങ്ങളും അതിനെതിരെ ബോധവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങളിൽ ആദ്യത്തെ സംഘടിത പ്രവർത്തനമാണ് മുസ്ലിം ഐക്യസംഘം. 1922 ആരംഭിച്ച ആ സംഘം 24 കേരളത്തിൽ ആദ്യത്തെ പണ്ഡിത സഭയായ കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന സഭ എന്ന പ്രസ്ഥാനത്തെ സ്ഥാപിക്കുകയും പിന്നീട് ദീർഘകാലം ഈ ജമിയത്തുൽമയുടെ നേതൃത്വത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. പ്രാദേശികമായ സംഘങ്ങളും മഹല്ലുകളും ട്രസ്റ്റുകളും സൊസൈറ്റികളുമൊക്കെ ഈ ദൗത്യം ഏറ്റെടുത്തു. 1950 ഈ ആശയം ഒരു ബഹുജന പ്രസ്ഥാനത്തിൻ്റെ രൂപമായി. പിന്നെ 60കളിൽ ISM, പിന്നീട് MSM, MGM സ്റ്റുഡൻസ് വിങ്ങും, അങ്ങനെ നമ്മുടെ എല്ലാ ഘടകങ്ങളും രൂപീകൃതമായി മുന്നോട്ട് പോവുകയാണ്. ഓരോ ഘട്ടം നോക്കിയാലും നമുക്കറിയാം ആ കാലഘട്ടത്തിലെ സാമൂഹികമായ പരിഷ്കരണങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം, നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ഈ കാലഘട്ടം എന്ത് എന്ന് നിങ്ങൾ അറിയണം. ഞാൻ നിങ്ങളെപ്പോലെ ISM ഉണ്ടായിരുന്ന വ്യക്തിയാണ്. 12 വർഷക്കാലം ISM-ൻ്റെ പ്രസിഡൻ്റായിരുന്ന 4 ടേമിൽ പ്രസിഡൻ്റായിരുന്ന ആളാണ്. അന്ന് ഇത്രയധികം ISM-കാരില്ലെങ്കിലും അതത് കാലത്ത് എന്താണ് നമ്മുടെ യുവാക്കളുടെ അവസ്ഥയെന്നും എന്താണ് ചെയ്യേണ്ടത് എന്നും ഇതുപോലുള്ള ക്യാമ്പുകളിൽ ധാരാളമായി ഒന്നിച്ചിരുന്ന ആലോചന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗുണവും അന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇത് ശാസ്ത്രത്തിൻ്റെ കാലമാണ് എന്നാണ്. പിന്നെ നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാലം എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയാറുള്ളത് AI കാലഘട്ടം എന്നാണ്. എല്ലാം അങ്ങനെയാണ്. ഞാൻ 3 ദിവസങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ 2 സർവകലാശാലകൾ, ഒരു സർവകലാശാല മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ഹ്യൂമാനിറ്റീസ് എന്നാണ്, മാനവിക വിഷയങ്ങൾ, അതിൻ്റെ ചാൻസലറുമായി ഒരു കൂടിക്കാഴ്ചക്ക് സമയം കിട്ടിയിരുന്നു. എന്നാൽ അവിടെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മലയാളി വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്, വിദ്യാർത്ഥിനികളുമുണ്ട്. ഞാൻ പറയുന്നത് ഇന്ന് എല്ലാം അങ്ങനെയായി മാറുകയാണ്.
അങ്ങനെയായി മാറുമ്പോൾ AI കാലഘട്ടത്തിൽ ISMൻ്റെ പ്രവർത്തനം എങ്ങനെ ജീവനുള്ളതാക്കി തീർക്കാം, കൂടുതൽ ജീവനുള്ളതാക്കാം എന്നത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. പണ്ട് കാലത്ത് 10 ദിവസം 15 ദിവസം രാത്രി ഇശാ നമസ്കാരവും ഭക്ഷണവും കഴിഞ്ഞ് ആളുകൾ വന്ന് പാടത്തൊക്കെ കൂടിയിരുന്ന് അല്ലെ ഗ്രൗണ്ടിൽ കൂടിയിരുന്ന് വയല് കേൾക്കുമായിരുന്നു. ആ വയല് ഓരോ രാത്രിയിലും 4-5 മണിക്കൂർ സമയമായിരുന്നു. പക്ഷെ കാലം മാറി വന്നപ്പോഴേ അത് മാറി. കാരണം അത്രയേറെ സമയമില്ല. അങ്ങനെയാണ് നമ്മൾ മഗ്‌രിബിന് ശേഷം 1-2 മണിക്കൂർ സമയം പ്രഭാഷണം വെച്ച് തുടങ്ങിയത്. അതിനും ചില പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ അസറിനും മഗ്‌രിബിനും ഇടയിൽ 1 മണിക്കൂർ നേരത്തെ പ്രഭാഷണങ്ങൾ. ഇപ്പോൾ തിരക്കായപ്പോൾ അതും മാറിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ സെമിനാറുകൾ, ഓൺലൈൻ മീറ്റിങ്ങുകൾ അങ്ങനെയാണ് പോകുന്നത്. സമയമില്ല, ആളുകൾ നല്ല തിരക്കിലാണ് താനും. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ എന്താണ് ചെയ്യാനുള്ളത്? ഖുർആനിൽ പ്രവാചകന്മാരെ അയച്ച കാര്യം പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരെ അയക്കുന്നത് ബിലിസാനി ഖൗമിനാണ്. ആ ഖൗമിൻ്റെ ലിസാൻ, ഖൗമിൻ്റെ ഭാഷ ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന്. ആ ലിസാൻ എന്ന് പറഞ്ഞാൽ അവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഏത് എന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ആശയവിനിമയം നടത്തുന്നത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ്. ഇപ്പോൾ 1 മണിക്കൂർ നേരമൊന്നും സംസാരിച്ചിരിക്കാൻ ആളുകൾക്ക് സമയമില്ല, പറയാനും കേൾക്കാനും അതിൻ്റെ ആവശ്യവുമില്ല. കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം വന്നിട്ടുണ്ട്, മാർക്ക് കർണിയുടെ. എനിക്കൊരു സുഹൃത്ത് അത് അയച്ചു തന്നു. മലയാള മീഡിയയിലൊക്കെ വന്നതാണത്. 17 മിനിറ്റാണ് അദ്ദേഹം സംസാരിച്ചത്. ആ 17 മിനിറ്റിൽ ഇന്ന് പറയാനുള്ള എല്ലാ വിഷയവും അദ്ദേഹം പറഞ്ഞു. ട്രംപിനെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ട്രംപ് നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കുറച്ചു മുമ്പ് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന പ്രസംഗം, വളരെ വൈറലാ പ്രസംഗം. ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. മെനയാന്ന് ഞാൻ ദുബായിലൊരു പള്ളിയിൽ അലൈനിലൊരു പള്ളിയിൽ ജുമാക്ക് കൂടി. ആദ്യത്തെ ഖുത്ബ 7 മിനിറ്റും രണ്ടാമത്തെ ഖുത്ബ 5 മിനിറ്റും നമസ്കാരം ഒരു 3 മിനിറ്റുമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? പക്ഷെ നല്ല കണ്ടൻ്റ് ഉണ്ട്, ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്, വിഷയമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം സമയം നഷ്ടമാകുന്നു എന്നതാണ്. ആവശ്യമുള്ളതാണോ ചെയ്യുന്നത് എന്ന് ആലോചിക്കാതെ എല്ലാവരും ചെയ്യുന്നു, എന്നാൽ നമ്മളും ചെയ്യുന്നു. ആവശ്യമുള്ള കാര്യമാണോ പറയുന്നത് എന്ന് നോക്കാതെ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് പറയേണ്ടതാണോ നാളെ പറയേണ്ടതാണോ, അതല്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയേണ്ടതാണോ? ഇതൊക്കെ തന്നെ ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രങ്ങളാണ്. നമ്മൾ ദഅ്വാ പ്രസ്ഥാനമാണ്. തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ISM യുവാക്കളിൽ ഇസ്ലാമിക മൂല്യം വളർത്തിയെടുക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനമാണ്. ഇപ്പോൾ എല്ലാ രംഗത്തും ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡുമുണ്ട്. ഷോർട്ട് ടേം പോളിസിയും ലോങ് ടേം പോളിസിയുമുണ്ട്. ലക്ഷ്യമാണ് അതിൽ പ്രധാനം, മാർഗം ഹലാലായിരിക്കണമെന്ന് മാത്രം. ആ ഷോർട്ട് ടേം ലോങ് ടേം എന്ന് പറയുന്നത് അടുത്ത 1 കൊല്ലം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, അടുത്ത 10 കൊല്ലം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, എവിടേക്കാണ് എത്തുക. ഇങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അവിടേക്ക് എത്താൻ കഴിയും എന്നാണ്. അതുപോലെ തന്നെ എല്ലാം പറയലാവണമെന്നില്ല. ചിലത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആളുകൾക്ക് കിട്ടും. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, ആ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ നിങ്ങൾ ആരാണ് എന്നവർക്ക് മനസ്സിലാക്കാവുന്ന അനുഭവം ഉണ്ടാകും. ഇന്ന് നാം കാണുന്നത് മതരംഗത്തുള്ള പ്രശ്നം. ISM വളരെ കരുതേണ്ട കാലമാണ്. എല്ലാവരും പ്രഭാഷകരാണ്, എല്ലാവരും യൂട്യൂബ് ചാനൽ ഉള്ളവരാണ്, എല്ലാവരും ഉസ്താദുമാരാണ്. എന്നിട്ട് ആർക്കും കേട്ടിരിക്കാൻ കഴിയാത്ത അബദ്ധങ്ങൾ, മണ്ടത്തരങ്ങൾ, അശാസ്ത്രീയമായ കാര്യങ്ങൾ, അസഭ്യങ്ങൾ പോലും ഇത്തരം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്നതൊരു വലിയ വിഷയമല്ലേ? ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മതമുള്ളവരും മതമില്ലാത്തവരും ഉണ്ട്. അവരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ്. അവർക്കെല്ലാം തന്നെ സ്വസ്ഥമായി ജീവിക്കുവാനുള്ള അവകാശവുമുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് മതമാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് മതപ്രവർത്തനമാണെങ്കിലും ആളുകളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുമെങ്കിൽ അത് നമ്മുടെ ഭരണഘടനയ്ക്കെതിരാണ്, ഇസ്ലാമികമായ മര്യാദകൾക്കും പറ്റാത്തതാണ്.
നമ്മളെല്ലാം പറയും മതം ശാന്തതയാണ്, മതം സ്നേഹമാണ്, മതം കാരുണ്യമാണ്, ദൈവം വാത്സല്യനിധിയാണ്. ആര് പറയും? മുസ്ലിങ്ങൾ പറയും, ഹിന്ദുക്കൾ പറയും, ക്രിസ്ത്യാനികൾ പറയും. ഓരോ മതത്തിലെയും വിവിധ സഭകളിലും സംഘടനകളിലും പ്രസ്ഥാനമുള്ളവരും പറയും. എന്നിട്ട് ഈ ശാന്തമായ മതത്തെ ശാന്തമായി പറഞ്ഞു കൊടുക്കാനോ ശാന്തമായി പറയുന്നത് ശാന്തമായി കേട്ടിരിക്കുവാനോ കഴിയാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ടാണ് വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ പോലും താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇവിടെ സമൂഹത്തിൽ വമ്പിച്ച നിലക്കുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ വലിയ നിലക്കുള്ള അകൽച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മതം പറയുന്ന ആളുകൾ, മതം കൊണ്ടു നടക്കുന്ന ആളുകൾ, മതത്തിൻ്റെ ആളുകൾ എന്നറിയപ്പെട്ട ആളുകൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, കലഹമുണ്ടാക്കുന്നവരാണ്, മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കുന്നവരാണ് എന്ന ഒരു ചിത്രം ഉയർന്നു വരും. അങ്ങനെ വന്നാൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകൾ, യുവാക്കൾ ആലോചിക്കുക, ഇതാണ് മതമെങ്കിൽ ഈ മതം എന്തിനാ? ഇങ്ങനെയാണ് മത നേതൃത്വമെങ്കിൽ ഈ നേതൃത്വം എന്തിനാ? ഞാൻ നമസ്കരിക്കും, നോമ്പ് പിടിക്കും, എനിക്ക് തൗഹീദൊക്കെ ഉണ്ടാവും, ഞാൻ എൻ്റെ ബിസിനസ്സും ജോലിയുമായി അങ്ങ് ജീവിക്കും, ഈ കലഹങ്ങളിലേക്കില്ല എന്ന് നമ്മുടെ അടുത്ത തലമുറ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ISMൻ്റെ പ്രവർത്തനം സ്നേഹമാണ്, കാരുണ്യമാണ്, മനുഷ്യ നന്മയാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയമെന്ന് നമ്മൾ അറിയുകയും എന്നിട്ട് നമ്മൾ അത് നിലനിർത്തി ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണം. ഏറ്റവും വലിയ ധിക്കാരിയായിരുന്നു ഫിറഔൻ. അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ആളാണ്. ആ ഫിറഔൻ്റെ അടുത്തേക്ക് അല്ലാഹു തആല മൂസാ നബിയെയും ഹാറൂൻ നബിയെയും അലൈഹിമസ്സലാം രണ്ടുപേരെയും പറഞ്ഞയച്ചു. പോകുമ്പോഴെന്താ പറയുന്നത്? ഫിറഔനോട് പോയിട്ട് കലഹിക്കാനാണ്? ഫിറൗനെ വെല്ലുവിളിക്കാനാണോ? ഫിറൗനുമായി കുഴപ്പമുണ്ടാക്കാനാണോ? അല്ലല്ലോ. വഖൂലാ ലഹു ഖൗലൻ ലയ്യനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫിറൗൻ്റെ അടുത്ത് പോയിട്ട് ലയ്യനായ വാക്ക് പറയാം, മയമുള്ള മൃദുലമുള്ള നിലക്ക് സംസാരിക്കാം എന്നാണ് അല്ലാഹു തആല ആ രണ്ട് പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിനെ പഠിപ്പിച്ചു കൊടുത്തതും അങ്ങനെയാണ്. മദീനയിൽ എത്തുമ്പോൾ ഏതാണ്ട് 10,000-ഓളം ആളുകളുള്ള ഒരു രാജ്യമാണത്. അവിടെ ന്യൂനപക്ഷമാണെന്ന് മുസ്ലിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മദീനയുടെ അധികാരം കിട്ടുമ്പോഴും അന്ന് അവിടെ വെച്ച് പറഞ്ഞതും ലിൽ മുസ്ലിമീന ദീനുഹും വലിൽ യഹൂദി ദീനവും, മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനനുസരിച്ച് ജീവിക്കാം, യഹൂദന്മാർക്ക് അവരുടെ ദീനനുസരിച്ചും ജീവിക്കാം. എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ മതവിഷയങ്ങൾ വ്യതിരിക്തമായ നിലക്ക് അവർക്ക് കൊണ്ടു നടക്കാം. എന്നാൽ മനുഷ്യൻ എന്ന നിലക്ക് എല്ലാ മനുഷ്യരും തമ്മിൽ ഒന്നിച്ച് നിൽക്കേണ്ട ഒട്ടേറെ അനുഭവങ്ങൾ അത് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നാണ്. മതപ്രബോധകൻ ഒരിക്കലും കലഹപ്രിയനാവരുത്. ബഷിറ വലാ തുനഫിറ, യസ്സിറ വലാ തുഅസ്സിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗവർണറായി സഹാബത്തിനെ പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്കാണിത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആളുകൾക്ക് സന്തോഷം നൽകണം, ആളുകൾക്ക് വെറുപ്പുണ്ടാക്കരുത്. നിങ്ങൾ ആളുകൾക്ക് എളുപ്പം നൽകണം, ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. ആ നിലക്കാവുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും നീതിയുടെയും അലിവിൻ്റെയും ഇഷ്ടത്തിൻ്റെയും അടയാളങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമായി പ്രബോധകന്മാർ മാറുക. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചതിൽ ഈലാഫിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതൊരു വലിയ സംഭവമാണല്ലോ. സ്വയം സന്നദ്ധരായി സാമൂഹിക സേവനത്തിന് മുന്നോട്ട് വന്നത്. വയനാട്ടിലെ ചൂരൽമല ആ ദുരന്തമുണ്ടായപ്പോൾ ആദ്യം അവിടെ എത്തിയത് ഈലാഫിൻ്റെ ആളുകളാണ്. ആ ഈലാഫിൻ്റെ ആളുകൾ അവിടെ എത്താൻ ഒരു കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടില്ല. കേട്ടവർ അറിഞ്ഞ് അവിടെ എത്തി. എന്നിട്ട് ആ ആളുകൾക്ക് വേണ്ടതെല്ലാം നൽകി, ഭക്ഷണം നൽകി, വീടുകൾ ശരിപ്പെടുത്തി, അവിടുത്തെ ഉപകരണങ്ങൾ നൽകി. അത് ആ നിലക്കാണ് ചെയ്യേണ്ടത് എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ISMന് അത് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന ആ സസ്പെൻഡ് ഫുഡ് പദ്ധതി ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ ഹോട്ടലുകളിൽ ചെന്ന് അവിടെ പണം കൊടുത്തേൽപ്പിച്ച് അവിടെ പാവപ്പെട്ട ആളുകൾക്ക് വന്ന് ഭക്ഷണം കഴിച്ച് അഭിമാനത്തോടു കൂടി പോകാവുന്നത്, അതൊക്കെ പുതിയ ആവശ്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ്റെ അഭിമാനം നിലനിർത്തി അവൻ്റെ പ്രയാസങ്ങൾ നമ്മൾ തീർത്തു കൊടുക്കുന്നതായ ISM ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ പണ്ഡിതന്മാർക്ക് ശക്തമായ നിലക്ക് ധൈര്യത്തോടു കൂടി
തൗഹീദ് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. കൂക്കിവിളികൾ, അക്രമങ്ങൾ, അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ വലിയ പണ്ഡിതന്മാർ ഒറ്റക്ക് നിന്ന് പ്രബോധനം ചെയ്യുമ്പോൾ അവർക്ക് സുരക്ഷാവലയം തീർത്തത് ISM ആണ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ തൗഹീദിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ഖുർആനും സുന്നത്തും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഈ ശ്രമത്തിന് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സഹായവും അനിവാര്യമാണ്. നമ്മൾ ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളീയ നവോത്ഥാനം, അതിൻ്റെ ചരിത്രം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ്. നവോത്ഥാനത്തിൻ്റെ ചരിത്രം വരുന്ന ആർക്കും വക്കം മൗലവിയെയോ ഹമദാനി തങ്ങളെയോ EK മൗലവിയെയോ മാറ്റി നിർത്തിയിട്ട് കേരളത്തിൻ്റെ ഒരു നവോത്ഥാന ചരിത്രം എഴുതാൻ കഴിയില്ല. അതുപോലെ തന്നെ എല്ലാ രംഗത്തും അത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോഴേ ഈ നവോത്ഥാന ചരിത്രം മാറ്റുകയും നവോത്ഥാനത്തിന് വിലങ്ങുതടിയായ ആളുകൾ നവോത്ഥാന നായകരായി തീരുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചരിത്രം മറന്നുപോവാതിരിക്കാൻ ചരിത്രം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം നമ്മൾ പറയുന്ന നമ്മുടെ ചരിത്രം, പഴയ ചരിത്രം ഇന്നില്ലാതെയായി പോവുകയോ ഭാവിയിൽ ഇല്ലാതെയായി പോവുകയോ ചെയ്താൽ പിന്നെ പഴയ ചരിത്രം പറഞ്ഞു നടക്കുക എന്നതിൽ കവിഞ്ഞ് സമൂഹത്തിന് ഒരു ഗുണവും ഉണ്ടാവില്ല. ഇപ്പം നോക്കൂ, ഏറ്റവും വലിയ വെല്ലുവിളിയായി നാസ്തികതയും യുക്തിചിന്ത എന്ന് പറയുന്ന യുക്തിവാദവും, അതുപോലെ സയൻറ്റിഫിക് തിങ്കേഴ്സ് എന്ന പേരിൽ, എക്സ് മുസ്ലിങ്ങൾ എന്ന പേരിൽ ഒക്കെ വന്ന സമയത്ത് ISM നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇപ്പോൾ മുസ്ലിങ്ങൾ അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പരലോകത്തെ വിശ്വസിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചാൽ എന്ത് ദോഷമുണ്ടാകും? ജനങ്ങൾക്കിടയിൽ കലഹമുണ്ടാകുമോ? മദ്യപാനം വർദ്ധിക്കുമോ? മനുഷ്യൻ്റെ സമാധാനം തകരുമോ? ഒരു ധാർമ്മികമായ ചട്ടക്കൂട്, ഇനി നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ഈ ധാർമ്മികമായ ഒരു ചട്ടക്കൂട് നിലനിൽക്കുന്നത് നല്ലതല്ലേ എന്ന് നമ്മൾ ചോദിച്ചതാണ്. ഇപ്പം നോക്കൂ, പണ്ടുകാലത്ത് സൈദ്ധാന്തികമായ യുക്തിവാദം, അവർ ഭൂമി അത് സ്വയംഭൂവാണോ പ്രപഞ്ചം ആരോ സൃഷ്ടിച്ചതാണോ എന്ന ചർച്ച മാന്യമായിരുന്നു. അത് പോയി ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ പ്രവാചകനെയും ഖുർആനെയും ഒക്കെ അവഹേളിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ആളുകൾ, പുതിയ യുക്തിവാദികൾ എവിടെ എത്തിപ്പെട്ടു? അന്നേ നമ്മൾ പറഞ്ഞു ഇങ്ങനെ പോയാൽ ധാർമ്മികതയുണ്ടാവില്ല, ഒരു മൂല്യവും ഉണ്ടാവില്ല. അപ്പോൾ എന്തിനാ ധാർമ്മികതയ്ക്ക് മതം? അങ്ങനെ പറഞ്ഞാൽ ഇന്ന് എത്തിപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മാതാവ് മരണപ്പെട്ടപ്പോഴേ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ മാതാവിനെ എന്തിനാദരിക്കണം, പിതാവിനെ എന്തിനാദരിക്കണം, മക്കളെ എന്തിനു സ്നേഹിക്കണം എന്നതിന് ഭൗതിക ശാസ്ത്രപ്രകാരം ശാസ്ത്രീയമായി ഒന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അതിനാണ് മതം വേണത്, ചട്ടക്കൂട് വേണം എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാ ഭാവുകങ്ങൾ നേരുന്നു. നിങ്ങൾ യുവാക്കൾ ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദീനിയായി ജീവിച്ചുകൊണ്ട്, ശാസ്ത്രീയമായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.